ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോളോ ട്രക്ക് ലൈഫ് ഷാജുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് 2-3 ദിവസമായി ഇവിടെ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അവസാനം ലോഡ് ശരിയായത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നാണ്. ചെന്നൈയിലേക്ക് പോകാനുള്ള ലോഡാണ്. അങ്ങനെ നേരെ കോയമ്പത്തൂർ ലക്ഷ്യമാക്കിയിട്ട് നമ്മളിപ്പോൾ പറവൂർ കവലയിൽ നിന്ന് തിരിഞ്ഞു നേരെ അങ്കമാലി റൂട്ട് ലക്ഷ്യമാക്കി നീങ്ങിയാണ്. രാവിലെ ആയതുകൊണ്ട് ചെറിയ തിരക്കുണ്ട്, എങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാരണം ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിരുന്നു. സ്കൂൾ ട്രിപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. കുട്ടികളൊക്കെ സ്കൂളിലെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഉള്ള ആൾക്കാർ മാത്രമേ റോഡിൽ കാണുന്നുള്ളൂ. ഓഫീസ് ടൈമും കഴിഞ്ഞുകൊണ്ട് ഒരുവിധമെല്ലാം തിരക്ക് കുറവാണ് റോഡിൽ. ഇത് റെയിൽവേ ബ്രിഡ്ജാണെന്ന് തോന്നുന്നുണ്ട്. അടിയിലേക്ക് കൂടി ട്രെയിൻ പോകുന്ന ലൈനാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറമ്പയൊക്കെ കഴിഞ്ഞു നേരെ അങ്കമാലി ലക്ഷ്യമിട്ട് നീങ്ങിയാണ്. ആലുവ ടു അങ്കമാലി ഏകദേശം അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇന്നെന്തോ ഭാഗ്യത്തിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇതുപോലെ തന്നെ പോയി കിട്ടിയാൽ നേരെ അങ്ങ് എളുപ്പത്തിൽ എത്താൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ട്രാഫിക്കിലും കുടുങ്ങി നല്ല തിരക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒന്നാമത് ഈ ക്ലച്ച് ചവിട്ടി നിർത്തി പോകുമ്പോൾ കാലിന് നല്ല വേദന വരും. ഇതാകുമ്പോൾ കുഴപ്പമില്ല, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം അങ്കമാലി എത്താറായെന്ന് തോന്നുന്നുണ്ട്. ആ ഭാഗത്തുനിന്ന് കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളുണ്ടാവില്ല അങ്കമാലി എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി തിരക്ക് വരും. ഇത് അങ്കമാലി എടുക്കാറായി. നമ്മൾ അങ്കമാലി MC റോഡിലേക്ക് കയറുന്ന ജംഗ്ഷനില്ലേ, ആ സർക്കിള് അതാ അവിടെ നമ്മൾ എത്തിയിരിക്കുന്നു. ആ സിഗ്നൽ ഓപ്പണാണ്. അപ്പം നേരെ ഇനി തൃശ്ശൂർ ഭാഗത്തേക്ക് പോവാം. ഇവിടെ കുറച്ച് വാഹനങ്ങളൊക്കെ തിരക്ക് കാണുന്നുണ്ട്. കാരണം ആ ഭാഗത്തുനിന്നും വാഹനങ്ങൾ വരുന്നതുകൊണ്ട്, ഇതിപ്പോൾ ആലുവ സൈഡിൽ നിന്നും കോട്ടയം സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാവലുണ്ട്. ഇവിടെ ഈ ലൈനിൽ തിരക്കില്ല, എതിർവശത്താണ് കുറച്ച് തിരക്ക് കാണുന്നത്. ഈ ഭാഗത്ത് അങ്ങ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ പോകാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് അങ്ങോട്ടെത്തും, കുഴപ്പമില്ലാതെ. അത്യാവശ്യം വണ്ടികളുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് വാഹനങ്ങളില്ല. ആ ഒരു രീതിയിലാണ് ഉള്ളത്. സമയം രാവിലെ 10 മണി കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. പിന്നെയെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ടൈം കഴിഞ്ഞല്ലോ, അതന്നെ മെയിൻ. സ്കൂൾ വണ്ടികളും ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ കൊണ്ട് റോഡിൽ ബൈക്കുകളാണ് മെയിനായിട്ടുണ്ടാവുക. അവരാണ് ഏറ്റവും വലിയ നമ്മൾക്ക് ഇതാവുന്നത്, പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നം മീൻസ് അവർക്കും പോകണം, പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ ബൈക്കുകളിങ്ങനെ ഇതുണ്ടാകുമ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ നമ്മളെ വണ്ടീനെ ഇങ്ങനെ സൈഡിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് കൊണ്ടൊക്കെ കയറ്റി കളയും. അപ്പോൾ ആ സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് അടുത്ത ഭാഗം വല്ല കാരണവശാൽ ശ്രദ്ധിക്കാൻ പറ്റാതായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഇതിലേക്ക് പെട്ടുപോകും, വണ്ടിയിൽ ടച്ചായി പോകും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളധികം ഈ റൈറ്റ് സൈഡ് പിടിച്ചിട്ടാണ് പോവുക. പക്ഷേ നിയമപ്രകാരം നമ്മൾ ഈ റൈറ്റ് സൈഡ് പോകാൻ പാടില്ല. കാരണം ചില ലെഫ്റ്റ് സൈഡ് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ ഈ ബൈക്കുകാർ വന്നിട്ട് ഇടയിലേക്കൂടെ കയറ്റുന്ന ഒരു പ്രശ്നം പേടിച്ചിട്ടാണ് റൈറ്റ് സൈഡ് പിടിക്കുന്നത്. റൈറ്റ് സൈഡിൽ അവർ ഫൈൻ ചെയ്യുന്നത് 1000 രൂപയാണ്. ഏകദേശം നമ്മളിപ്പം പോട്ട എത്തിയെന്ന് തോന്നുന്നുണ്ട്. 1000 രൂപ ഫൈൻ ചെയ്യും. നമ്മളവിടുന്ന് എന്താ പറയുക, ഈ റൈറ്റ് സൈഡ് പിടിച്ച് പോയി കഴിഞ്ഞിട്ട് ട്രാഫിക്കിൽ നമ്മുടെ പോലീസ് RTO ആരെങ്കിലും പെട്ടെന്ന് നമ്മളെ കണ്ടിട്ടത്, ക്യാമറ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. 1-2 ക്യാമറ ഉണ്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ ലെഫ്റ്റ് പിടിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ അത്യാവശ്യം വന്നാൽ ഈ റൈറ്റ് പിടിച്ചിട്ട് പോകും. അപ്പം പിന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ പോലീസ് ചില സമയത്ത്
അവർ റോഡ് സൈഡിൽ നിന്നിട്ട് ആ ഒരു ചെറിയൊരു മെഷീനുണ്ട് അവരുടെ കയ്യിലിപ്പം, അതെടുത്തിട്ട് ഫൈൻ നമ്മളെ വിളിക്കുകയോ നിർത്തിക്കോ ഒന്നും ചെയ്യുകയും ചെയ്യില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെസ്സേജ് വരുമ്പോൾ അറിയാം ഇങ്ങനെ ഒരു 1000 രൂപ ഫൈൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ റോങ് സൈഡ് പോയതോ ഓവർ സ്പീഡ് പോയതോ. ഇവിടെയൊക്കെ റോഡ് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഗൾഫിലെ റോഡ് പോലെയാണ് ഇവിടെയൊക്കെ ഉള്ളത്, നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാണ്, ഇതുപോലെയാണ് ഒരുവിധ റോഡെല്ലാം. ഹൈവേ റോഡേ, മെയിനായിട്ടുള്ള ഹൈവേ റോഡുകളൊക്കെ നമ്മളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് സേലമൊക്കെ പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് റോഡിലുണ്ടാവുക. നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ നട്ട് നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇതുപോലെ. അതേപോലെ തന്നെ ഇവിടെ ഉള്ളത് ഈ നമ്മുടെ ഈ ചാലക്കുടി ഭാഗത്ത്, ചാലക്കുടിയിൽ നിന്ന് അങ്കമാലിയെല്ലാം പോകുന്ന വഴിക്ക് അതേപോലെ ഇതിപ്പം റോഡിൽ നല്ല ചെടികളൊക്കെ വെച്ച്. ഇവിടെ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മെഡിസിറ്റിൻ്റെ അഡ്ലക്സ് ഹോസ്പിറ്റലും അവരുടെ കമ്പനിയായത്. കേബിൾ നഗറൊക്കെ കഴിഞ്ഞിട്ട് കാണുന്ന സ്ഥലത്തുള്ള ലെഫ്റ്റ് സൈഡിൽ അവിടെ നിന്ന് ജോലി നടക്കുന്നുണ്ട്. ക്രെയിനൊക്കെ വെച്ചിട്ട് അവിടെ പണി നടക്കുന്നുണ്ട്. നമ്മുടെ പേരാമ്പ്രക്ക് മുന്നേ ആയിട്ട് കാണുന്ന സ്ഥലം ഇവിടെയും നല്ല കുഴപ്പമില്ലാത്ത ഒരു ഏരിയ. പക്ഷേ പെട്ടെന്ന് ഇവിടെ നിന്ന് അധികം ഒരു യൂ ടേൺ ഉള്ളതുകൊണ്ട് അധികം ബൈക്കുകാർ ഈ കമ്പനിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് അവരിങ്ങനെ കയറുക. അപ്പോൾ അവർ സ്ഥലം ഡേഞ്ചറായിട്ട് നമുക്ക് എപ്പം അനുഭവപ്പെടും. കാരണം ദൂരത്തിനെ ശ്രദ്ധിച്ച് ഇതാക്കിയിട്ടില്ലെങ്കിൽ അവരൊന്നും ഇതാക്കാണ്ട് നേരെ അങ്ങോട്ടേക്ക് കയറ്റി കളയും. അത് ചിലപ്പോൾ അപകടത്തിലെല്ലാം ചില വണ്ടികളൊക്കെ അവിടെ നിന്ന് ആക്സിഡൻ്റായിട്ട് കാണാറുണ്ടായിരുന്നു. ഞാനവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരാൾ സൈക്കിളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി തോന്നിയിട്ട് ഞാൻ എന്താക്കി വണ്ടി സൈഡാക്കി നിർത്തി പുള്ളിനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനാണ്, ഒരു പൊടിയെല്ലാം കുത്തി സൈക്കിളിനെ കുത്തിയിട്ട് എവിടത്തേക്കോ പോകുന്ന. അപ്പോൾ ഞാൻ കരുതി വല്ല കാശിയോ അങ്ങോട്ട് എവിടെയും പോകുന്നതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ നിർത്തി നോക്കി. അപ്പോൾ പുള്ളിനോട് എന്നിട്ട് ചോദിച്ചു, നിർത്താൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ നിർത്തി. എന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിക്കാമല്ലോ. പേരെന്താ? രാമണ്ണ. എവിടുന്ന് വരുന്ന? ഇപ്പൊ എവിടെ പോയിട്ട് വരുന്നതാ? ശബരിമലയാ? സൈക്കിളിൽ വന്നതാ? എനിക്ക് തിരിച്ച് സൈക്കിളിൽ പോവാ? ഓക്കെ. അങ്ങനെ സ്വാമി എന്നോട് ചോദിച്ചു എവിടത്തേക്കാ പോകുന്നത്. നമ്മൾ കോയമ്പത്തൂരേക്കാണ്. അപ്പം പറഞ്ഞു സൈക്കിൾ അതിലേക്ക് വെക്കാൻ പറ്റുമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഏതായാലും പാവം ഒരുപാട് സൈക്കിൾ ചവിട്ടി അങ്ങനെ തന്നെ കോയമ്പത്തൂർ വരെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്താ പറയുക ആ വണ്ടിയിലേക്ക് കയറ്റാൻ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് പുള്ളി സൈക്കിൾ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് പ്രകാശത്തേക്ക് വന്നിട്ട് ഞാൻ അവിടുന്ന് പുള്ളീനെ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഞാൻ കോയമ്പത്തൂർ വരെ ഉണ്ട്. ഓക്കെ അല്ലേ? കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ ബാക്കി ചവിട്ടിക്കോ. ഓക്കെ. ആന്ധ്രയിൽ എവിടെയാ? അനന്തപുര. ഓ അനന്തപുരം അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി സൈക്കിള് പിടിച്ച് കയറ്റി. എന്നിട്ട് പുള്ളി ഇപ്പം കയറുകൊണ്ട് സൈക്കിൾ നല്ലോണം കെട്ടി വെക്കുന്നത്, കാരണം വീണ വരത്തില്ല. അതുപോലെ പുള്ളീൻ്റെ ലഗേജും അവിടെ റെഡിയായിട്ട് നല്ലോണം വെച്ചിട്ടുണ്ട്. അങ്ങനെ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൻ്റെ ഏകദേശം ആ മുന്നിലെത്തുമ്പോഴേക്കും ട്രാഫിക് ജാമാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെല്ലെ നീങ്ങുന്നുള്ളൂ. ഞാൻ കരുതി വല്ല എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും വല്ലതായിരിക്കും എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ വണ്ടി മെല്ലെ നീങ്ങുന്നുണ്ട് മുന്നോട്ടേക്ക്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അപ്പോളോ ടയേഴ്സിൻ്റെ എൻട്രൻസ് ഗേറ്റ് പേരാമ്പ്രയിലുള്ള. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ റോട്ടിൽ ഇതിൻ്റെ അടിപ്പാതയുടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ട്രാഫിക് ഡൈവേർഷൻ ചെയ്യുന്നതാണ്. വണ്ടികൾ സിംഗിൾ ലൈനായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലാണുള്ളത്. അവിടെ മെയിൻ ഹൈവേൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഒരു തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. കാരണം അടിപ്പാത അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടിയാലും ഭാവിയിലേക്ക് അങ്ങനത്തെ ഒരു മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവിടെ റോഡൊക്കെ മുകളിലേക്കൂടി അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ ഇവിടെയൊന്നും ഈ ട്രാഫിക്കിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഭാഗത്തിൽ നല്ല റോഡൊക്കെ പണി തീർന്നുകൊണ്ട് നല്ല നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാൻ പറ്റും. കാരണം ഇവിടെ ഏകദേശം മേൽപ്പാലൊക്കെ വന്ന് നമ്മുടെ ഈ ചാലക്കുടി ഏരിയയിൽ, ഇനി അങ്ങോട്ടേക്ക് ചാലക്കുടി ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഓൾറെഡി എനിക്ക് തോന്നുന്നു 3 മേൽപ്പാലം തന്നെ ചാലക്കുടിയിൽ ഉണ്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള വാഹനങ്ങളൊക്കെ ടൗണിലേക്ക് പോകേണ്ടതും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ അതിൻ്റെ സൈഡിലേക്കൂടിയുള്ള
റോഡിലേക്ക് പോയിട്ട് സർവീസ് റോഡ് കയറി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് അങ്ങോട്ടേക്ക് തിരിയാനും പോകാനൊക്കെ സൗകര്യമാണ്. ഇതാകുമ്പോൾ ഹൈവേ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഈ മേൽപ്പാലങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് എന്താ പറയുക, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു സൗകര്യം ഇവിടെയും ഈ ചാലക്കുടി ഏരിയയിൽ തന്നെ 3 പാലം. നമ്മുടെ ഈ സേലം അവിടെ ഉണ്ട് ഒരു 5-6 പാലങ്ങളുണ്ട് ടൗണിൻ്റെ മുകളിലെ കൂടി. അതുകൊണ്ട് എന്താ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടില്ല. അത്രയും പെട്ടെന്ന് നമുക്ക് സുഖമായിട്ട് ടൗണ് വിട്ട് പുറത്തേക്ക് വരാൻ പറ്റും. ഇതായത് നമ്മുടെ KSRTCയുടെ ഒരു ബസ്, മിന്നൽ ബസ് പോകുന്ന, മിന്നലല്ല അതുപോലെ ഫാസ്റ്റാണെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഇരിങ്ങാലക്കുട എത്താറായിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയൊക്കെ ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് പാലത്തിൻ്റെ സൈഡിലേക്ക് കൂടി അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞ് പോകണം. ഇവിടെയും ഒരു വലിയ മേൽപ്പാലമുണ്ട്. അതുകൊണ്ട് ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് ഈ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഈ ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഈ 3 മേൽപ്പാലവും കൂടി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്കുള്ള 3 മേൽപ്പാലം, പിന്നെ ഇരിങ്ങാലക്കുടൻ്റെ ആ ഒരു മേൽപ്പാലം കൂടി കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഫ്രീ ആയിട്ട് തന്നെ ഇത്രയും പെട്ടെന്ന് അവിടത്തേക്ക് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ മുമ്പേ ചെയ്ത പണികളായതുകൊണ്ട് അത്രയും എളുപ്പമായി. ഇനിയിപ്പോൾ ഹൈവേൻ്റെ വികസനം ഉണ്ടാകുന്ന സമയത്ത് ഇനിയിപ്പം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും 3 വരി പാത തന്നെയാണല്ലോ. അപ്പം പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഈ പ്രശ്നം വരിക. ഇത് കണ്ടതില്ല, ഇപ്പോൾ 2 വരി പാലങ്ങളും അതൊക്കെ ഇനി അവർ 3 വരി എങ്ങനെയാണോ ഇത് പൊളിച്ചിട്ടാമോ അല്ല ഇതിൽ തന്നെ ഒരു എക്സ്ട്രാ പാലം പണിതിട്ടാണെന്ന് അറിയില്ല. അതിലിപ്പോൾ കണ്ടറിയേണ്ട വരും എന്താ അവസ്ഥ എന്നുള്ള കാര്യം. കാരണം ഇവിടെ മുന്നേ ചെയ്യുമ്പോൾ 2 വരിയാണല്ലോ അവർ ചെയ്തത്. ആ സമയത്ത് ഇത് NH47 ആയിരുന്നു. ഇപ്പോൾ NH544. പുതിയ ഹൈവേൻ്റെ പണി ഇവിടെയൊക്കെ ഒന്നും ചെയ്തിട്ട് കാണുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് 2 സൈഡും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടേ അവർക്ക്. അതുപോലെ സർവീസ് റോഡും ഇപ്പോൾ ഉള്ള സർവീസ് റോഡ് എനിക്ക് വന്ന് അന്നേരം 3 വരിയാവും തോന്നുന്നുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് പാലങ്ങളൊക്കെ ആ സമയത്ത് തന്നെ 3 വരി ആക്കിയോണ്ട് നല്ല ഉപകാരമായി. ഇനിയിപ്പോൾ അതിനെ കണക്ട് ഡേറ്റല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരുവിധ മേൽപ്പാലൊക്കെ 3 വരിയാണ് ഇപ്പോൾ ഉള്ളത് അവസ്ഥ. അപ്പോൾ ഇനി ബാക്കി എന്താ ബാക്കിയെന്ന് കണ്ടറിയേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ കമൻസ് ഇടാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.